ഈ കടികൾക്ക് ഇനി വില കൂടുമോ? ഇല്ല, കടികൾ കൂട്ടിയാൽ കസ്റ്റമർ കുറയും ഇപ്പോൾ. അതുകൊണ്ട് ഇതേ റേറ്റിൽ തന്നെ കൊടുക്കും. പിന്നെ വെളിച്ചെണ്ണ കുറയും കൂടും. ഇപ്പം കൂടുതൽ കുറേ കൂടിയല്ലേ, ഇന്ന് 500 കടന്നിരിക്കുക. 500 കടന്നു. അതെ, ഇപ്പം എന്താ ചെയ്യുക, നമ്മൾ വില കൂട്ടിയാൽ കസ്റ്റമർ കുറഞ്ഞു. നിങ്ങൾ എവിടുന്ന വെളിച്ചെണ്ണ എവിടുന്ന? നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്നാണ്. ഹോൾസെയിൽ കടയിൽ എടുക്കുന്നത്. എന്നാലും ഹോൾസെയിൽ പറഞ്ഞാൽ 1 രൂപ കുറയുള്ളൂ. അതെ, 500 ആയാലും ഇപ്പോൾ 499 രൂപ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എപ്പോഴാണ് എടുത്തിരുന്നത് വെളിച്ചെണ്ണ? അന്ന് എന്തായിരുന്നു റേറ്റ്? അന്ന് നമ്മൾ അത് ഇങ്ങനെ വരുന്നതാണ്, കമ്പനിയാണ് ഇറക്കുന്നത് ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് കറക്റ്റ് നമുക്കറിയില്ല. ശരിയോ, ഇനിയും വില കൂടിയാൽ നിങ്ങൾക്ക് നിവൃത്തിയില്ല, ഇത് കൂട്ടേണ്ടി വരില്ലേ? നമുക്ക് നഷ്ടം വരും, അത്രേ ഉള്ളൂ. നമ്മൾ കൂട്ടിയാൽ കസ്റ്റമർ കുറയും. നമുക്ക് അതേ റേറ്റിലാണ് ഇപ്പം നമുക്ക് ഫിക്സ് ഉള്ള കസ്റ്റമർ എന്നും അതേ റേറ്റിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ കൂട്ടിയാൽ അത് പ്രശ്നം വരും നാളെ. അതിപ്പോൾ നാളെ ഉള്ള കസ്റ്റമർ അവർ അത് ശ്രദ്ധിക്കില്ല. അവർ അതേ വേണ്ടി, അവർക്ക് അതേ റേറ്റ്. 20 രൂപ പറഞ്ഞാൽ 20 രൂപ തന്നെ, 21 പറഞ്ഞാൽ പിന്നെ അവർ അപ്പുറത്തുണ്ടാവും. അപ്പോൾ നമ്മളെ കസ്റ്റമർ, സ്ഥിരമായിട്ടുള്ള കസ്റ്റമർക്ക് അതേ റേറ്റിൽ കൊടുക്കാൻ പറ്റും. ശരി. പുതിയ ചായക്കടയാണ്? അതെ, പുതിയ കടയാണ്. കാസർഗോഡ്. കുറേ ഷോപ്പുണ്ട്. ഇപ്പോൾ 8ാമത്തെ ഷോപ്പ് ഇത്. തിരുവനന്തപുരം മൊത്തം കുറേ അടുത്തുണ്ട്.